Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ആ ഒരു ഡോക്ടറിനെ കാണാനായിട്ട് ഓഫീസേഴ്സ് ആണെങ്കിൽ ആ സെല്ലിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഗറക്കി ഡോക്ടർ ആണെങ്കിൽ ഹായ് ആയിട്ട് ഇപ്പോൾ അവരോട് പറയും, എന്തു പറ്റി ഇപ്പോൾ സോൾജിയേഴ്സൊക്കെ വളരെ കുറവാണല്ലോ, ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നടന്നുവല്ലേ ആ വലിയ വാറ്. ഗറക്കി ഡോക്ടറിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അത് ഡോബിയിലാണ്. അവൻ്റെ ആ ബ്ലൂ ഫയറിൻ്റെ കാര്യം ഡോക്ടർ നന്നായിട്ട് അറിയാം. കട്ട് ചെയ്ത ഇവിടെ ടോബിയുടെ പവർ അതങ്ങനെ പുറത്തേക്ക് റിലീസ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അവൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ കുഞ്ഞൻ ടോബി അവനാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ പൊട്ടിക്കരയാണ്. അവൻ്റെ റിയൽ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ അവൻ്റെ പപ്പ എൻഡവറിനെ വിളിച്ചിട്ട് അദ്ദേഹം വരാനായിട്ട് തയ്യാറായില്ല. ടോഡറോക്കെ കഴിഞ്ഞും ബെസ്റ്റ് ആയിട്ടുള്ള മകൻ, പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് അത് യൂസ് ചെയ്യാൻ കഴിയുന്ന ആള് അത് ഞാനാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് അവൻ അവൻ്റെ അച്ഛനെ അവിടേക്ക് വിളിച്ചത്. പക്ഷേ അച്ഛൻ അവിടേക്ക് വന്നില്ല എന്ന് മാത്രമല്ല, അവനോട് ദേഷ്യപ്പെട്ടു. അവൻ ആ ഒരു കാര്യങ്ങളെല്ലാം ഓർത്ത് ഒരുപാട് വിഷമത്തിൽ അങ്ങനെ പൊട്ടിക്കരയും. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ഒരുപാട് ഇമോഷൻ പുറത്തേക്ക് വന്ന് അത് ഫയറായി മാറി. അവൻ്റെ ബോഡി തന്നെ ആ ഫയറിൽ കത്തിയെരിഞ്ഞു. താൻ മരിക്കാൻ പാടില്ല എന്നും ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ പവർ അച്ഛന് മുൻപിൽ കാണിച്ചു കൊടുക്കണം, അച്ഛൻ്റെ ഒരു നല്ല മകനായി മാറണമെന്നും ആഗ്രഹിച്ച ടോഗയാണെങ്കിൽ അടുത്തുണ്ടായിരുന്ന ഒരു ലേക്കിലേക്ക് ചാടി. അവൻ്റെ ദേഹം മുഴുവൻ പൊള്ളിപ്പോയിരുന്നു. അവനെ രക്ഷപ്പെടുത്താനായിട്ട് അപ്പോൾ അവിടേക്ക് കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട ഒരാൾ കടന്നു വന്നു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവൻ ബെഡിൽ നിന്ന് കണ്ണു തുറന്ന് പതിയെ എഴുന്നേൽക്കുകയാണ്. അവനാണെങ്കിൽ ചുറ്റും നോക്കും. ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പോലുള്ള ഏതോ ഒരു ഹോസ്പിറ്റലാണ് അവനുള്ളത്. അവൻ പതിയെ നടന്ന് അടുത്ത റൂമിലേക്ക് നടന്നു ചെല്ലുകയാണ്. അവിടെയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആ കുട്ടികൾ ചോദിക്കും. ഉടനെ അവർ ഒരുപാട് കാര്യങ്ങൾ അവന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. നീ ആക്ച്വലി ഇവിടെ കിടക്കാനായിട്ട് തുടങ്ങിയിട്ട് ഒരാഴ്ചയോ 2 ആഴ്ചയോ അല്ല, 3 വർഷങ്ങളായി. 3 വർഷത്തിന് ശേഷം നീ ഇപ്പോഴാണ് കോൺഷ്യസ് ആയത്. അതുകൊണ്ടാണ് നിന്റെ ശരീരം മാറിയതും നിന്റെ ശബ്ദം അത് ചേഞ്ച് ആയതും. രോഗിക്കാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് ഒരുപാട് അത്ഭുതം തോന്നും. അവനാണെങ്കിൽ അവിടെയുള്ള ഇൻചാർജിനോട് എനിക്ക് എത്രയും വേഗം ഇവിടുന്ന് പോകണമെന്ന് പറയും. ഇൻചാർജ് ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, നിനക്കിനി ഇവിടം വിട്ട് പോകാനായിട്ട് കഴിയില്ല, ഇനി മുതൽ ഇതാണ് നിന്റെ ഫാമിലി. ആദ്യം ഒരു അല്പം ഡിഫിക്കൽട്ടീസ് ഒക്കെ തോന്നും, പക്ഷെ പിന്നീട് ഓക്കെ ആയിക്കോളും. അവനാണെങ്കിൽ വണ്ടർ അടിക്കും, നിങ്ങൾ എന്തായി പറയണേ, എനിക്ക് വേണ്ടി എൻ്റെ ഫാമിലി മെമ്പേഴ്സ് കാത്തിരിക്കുകയായിരിക്കും, എനിക്ക് പോയേ പറ്റൂ. ഞാൻ ചില തെറ്റുകളൊക്കെ എൻ്റെ ബ്രദറിനോട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഏറ്റുപറഞ്ഞ് എനിക്ക് മാപ്പ് ചോദിക്കണമെന്ന് പറയും. ആ സമയം ഏതോ ഒരു ശബ്ദം അവൻ കേൾക്കുകയാണ്. അവൻ കേട്ട ശബ്ദം മറ്റാരുടെയോ അല്ല, ആൽഫാർ 1ൻ്റേതാണ്. ആൽഫാർ 1 ആണെങ്കിൽ അവനോട് പറയും, ഞാനാണ് നിന്നെ രക്ഷിച്ച ആള്. നിനക്ക് റീജനറേറ്റീവ് ടിഷ്യൂ ഒക്കെ ഉപയോഗിച്ചാണ് സർജറി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചത്. പക്ഷെ സർജറി അത് ഫെയിലിയറാണ്. നിന്റെ ഇന്റേണൽ ഓർഗൻസ് ഒന്നും തന്നെ ഓക്കെ ആക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. നിന്റെ അവസ്ഥ അതിപ്പോഴും പൂർണ്ണമായിട്ടും വെല്ലുവിളിയിൽ തന്നെയാണെന്ന് പറയും. അത് കേട്ട് അവനാണെങ്കിൽ ഹൃദയം നുറുങ്ങി കരയും. കാരണം അവൻ ഒരുപാട് ആഗ്രഹങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ആൽഫാർ 1 ആണെങ്കിൽ വീണ്ടും വീണ്ടും അവനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളോടൊപ്പം നീ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് നഷ്ടപ്പെട്ടു പോയത് അല്പം സമയം എടുത്തിട്ടാണെങ്കിലും നിനക്ക് തിരികെ കിട്ടും. അതിന് ഞങ്ങളെല്ലാം നിന്നോടൊപ്പം ഉണ്ടാവും, നിന്നെ ഞങ്ങൾ സഹായിക്കും. അത് കേട്ട് അവനാണെങ്കിൽ ഫുൾ കലിപ്പിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് എത്രയും വേഗം എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകണം, നിങ്ങൾ ആരും എന്നെ സഹായിക്കേണ്ടെന്ന് പറഞ്ഞ് ആ കമ്പ്യൂട്ടർ തകർത്ത് ഇൻചാർജിന്റെ ബോഡിയിലേക്ക് ഫയർ അങ്ങനെ കടത്തി വിടുകയാണ്. ആൽഫാർ 1 ഡാബോറയ്ക്ക് പകരമാണ് അവനെ ചൂസ് ചെയ്തത്. ഡാബോറയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്ലാൻ അത് ടോഗയിലൂടെ എക്സിക്യൂട്ട് ചെയ്യാനാണ് ഇത്രയും കാര്യങ്ങൾ അവൻ ചെയ്തു കൂട്ടിയത്. പക്ഷെ ടോഗയാണെങ്കിൽ അതൊന്നും തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ആൽഫാർ 1 എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ കൺവിൻസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവൻ കൂടുതലായിട്ടൊന്നും പറയാതെ അവനെ പുറത്തേക്ക് പറഞ്ഞയച്ചു. കാരണം ആൽഫാർ 1 നന്നായിട്ട് അറിയാം, 1 മാസത്തിൽ കൂടുതൽ അവൻ അത്തരത്തിൽ ജീവനോടുകൂടി ഇരിക്കാൻ കഴിയില്ല എന്ന്. പക്ഷെ ആൽഫാർ 1 പോലും ഞെട്ടിച്ചുകൊണ്ട് മാസങ്ങൾക്ക് ശേഷം അവൻ അവിടേക്ക് തിരികെ വന്നു. ആ ഡോക്ടർ ആണെങ്കിൽ അവൻ എങ്ങനെ ഇത്രയും നാൾ സർവൈവ് ചെയ്തു എന്നറിയാൻ അവനോട് ഒറ്റയ്ക്ക് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് തയ്യാറാവും. ആ സമയത്ത് അവൻ തന്നെ ഡോക്ടറിനോട് തിരിച്ചു ചോദിക്കും, നിങ്ങൾ എന്നെ ചെറുപ്പത്തിൽ എന്നെ രക്ഷിച്ചതും ട്രീറ്റ്മെൻറ്റ് നൽകിയതും. ഡോക്ടറാണെങ്കിൽ ഞെട്ടും. അവന് മറുപടി കൊടുക്കും, അതെ, അത് ഞാനാണോ. അതിനുശേഷം അവനാണെങ്കിൽ ഇപ്പോൾ അവരുടെ പ്ലാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ഇവിടേക്ക് വന്നത് ഒരു ഫ്യൂണറൽ ആലോചിക്കാനാണ്, ഒരു ഫ്യൂണറൽ അത് ആഘോഷിക്കാനാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഡോക്ടർക്ക് മനസ്സിലാവും അവൻ രക്ഷപ്പെട്ടിട്ടില്ല, അവൻ കുറേശ്ശെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ്റെ വെറുപ്പും ദേഷ്യവും കൂടുകയാണ്. ചെയ്ത ഇത്രയും കാര്യങ്ങൾ ആ ഡോക്ടർ പോലീസ് ഓഫീസറിനോട് പറഞ്ഞാണ്. അതേസമയം ഇവിടെ ഡോബി ആണെങ്കിൽ ടോഡറോക്കയോട് പറയും, എല്ലാം അവസാനിച്ചു, കിട്ടിയ ജീവിതവും ജീവനുമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി. പക്ഷെ അവിടേക്ക് എത്തിയപ്പോഴാണ് അവൻ്റെ അച്ഛൻ ടോഡറോക്കെ അറഞ്ചം പുറഞ്ചോ അടിച്ച് ട്രെയിനിങ് കൊടുക്കുന്നതായിട്ട് കണ്ടത്. സോ അവനെ പോലും അത്രയും കഷ്ടപ്പെടുത്തുമ്പോൾ പവറില്ലാതെ തിരികെ പോയ എൻ്റെ അവസ്ഥ അതെന്തായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും പറയാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അവനത് പറയുമ്പോൾ അവൻ്റെ ബോഡിയിൽ നിന്ന് ബ്ലൂ ഫ്ലെയിം അങ്ങനെ എരിഞ്ഞിറങ്ങും.
അതിനുശേഷം പിന്നീട് എൻഡവറിന്റെ ഓരോ മൂവും മനസ്സിലാക്കി ഞാൻ അതനുസരിച്ച് എന്റെ വെറുപ്പ് വർദ്ധിപ്പിച്ച് ഞാൻ അവനെ കഴിഞ്ഞും പവർഫുള്ളായ ആളായി മാറാൻ ശ്രമിച്ചു. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും എന്റെ ലക്ഷ്യം അത് നശിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അവരെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ടോഡറോക്കിക്ക് നേരെ അവൻ അങ്ങനെ പാഞ്ഞു വരും. ഇവിടെ ഡോബി ആണെങ്കിൽ അവന്റെ കഥ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഡോബി ആണെങ്കിൽ ടോഡറോക്കിയോട് പറയും, ഒരനിയനായിരുന്ന നീ എന്റെ സ്റ്റോറി മുഴുവൻ കേട്ടതിൽ ഒരുപാട് സന്തോഷം. ഇനി എന്റെ ഫൈറ്റ് അത് ആരംഭിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ക്ഷണനേരം കൊണ്ട് ആ ബ്ലൂ ഫ്ലെയിം അങ്ങനെ ഒരുപാട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ടോഡറോക്കിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഇത്രയും പെട്ടെന്ന് എങ്ങനെ ഇത്രയും ഫയർ പവർ അത് അവനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. എന്റെവർ ഇവിടെ ഇല്ലാത്തത് അതെന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണെന്ന് അവൻ പറഞ്ഞ് ആശ്വസിക്കുകയാണ്. പക്ഷെ കുഴപ്പമില്ല, ഉറപ്പായാലും ഞാൻ നിന്നെ തോൽപ്പിക്കുമെന്ന് പറയും. അതിനവൻ പറയും, എന്നെ കൊണ്ടത് കഴിയില്ല. നീ എന്റെ ബ്രദർ ആണെങ്കിലും ഞാൻ യാതൊരു തരത്തിലുള്ള പരിഗണനയെ നിന്നോട് കാണിക്കാൻ പോകുന്നില്ല. എന്റെ ഫുൾ പവറിൽ തന്നെയായിരിക്കും ഞാൻ നിന്നോട് ഫൈറ്റ് ചെയ്യുക, പോരാടുക. ഡോഗിയാണെങ്കിൽ അവന്റെ ബോഡിയിലെ സെൻസേഷൻ സെല്ലുകൾ അത് നശിച്ചതിന് ശേഷം സ്വന്തമായിട്ട് ട്രെയിനിങ് എടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ വേദനയില്ലാതെ അവൻ വളരെ എഫക്റ്റീവായിട്ട് ഫ്ലെയിംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. കട്ട് ചെയ്ത എൻഡവർ ചെയ്യുന്നത് പോലെ ഫ്ലെയിം സേവ് ചെയ്ത് വെച്ച് ഇപ്പോൾ അതുപയോഗിച്ച് തന്നെ അവൻ അറ്റാക്ക് ചെയ്യുകയാണ്. ഇടയ്ക്കാണെങ്കിൽ ആ ഒരു ഹീറ്റിൽ അവന്റെ അടുത്തേക്ക് വരാൻ കഴിയില്ല. കാരണം ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ അവന്റെ എഞ്ചിൻ വർക്ക് ചെയ്യില്ല. ഇവിടെ ടോഡറോക്കിയും ടീമും ആണെങ്കിൽ ഒറ്റക്കെട്ടായി റെഡിയായിട്ട് അവനെ തടയാനായിട്ട് അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. ടോഡറോക്കി എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ടോബി ആണെങ്കിൽ ചാടി വന്ന് ഇപ്പൊ ടോഡറോക്കിയുടെ മുഖത്ത് അങ്ങനെ പഞ്ച് ചെയ്യാണ്. നിനക്ക് നാണമുണ്ടോ? എൻഡവറിന്റെ മകനായിട്ട് പോലും സിവിലിയൻസിന്റെ കൂടെ US സ്കൂളിൽ പോയിട്ട് ഒളിച്ചിരിക്കാനും ചോദിച്ച് അവന്റെ മുഖത്ത് ചറ പറയിട്ടിക്കും. ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഹീറ്റ് കാരണം അവിടേക്ക് വരാനും കഴിയില്ല. ടോബിക്കാണെങ്കിൽ അവന്റെ ദേഷ്യവും വെറുപ്പൊക്കെ കൂടി വരും. നീ എന്റെ ബ്രദർ ആണെങ്കിലും നീ ഒരു യൂസ്ലെസ് ആണെന്ന് പറഞ്ഞ് അവനെ ആഞ്ഞടിക്കും. ആ ഒരു അടിയിൽ ടോഡറോക്കിയും ടോബിയും രണ്ടുപേരും തെറിച്ചു പോവാണ്. ടോബി ആണെങ്കിൽ ചുമരിലടിച്ച് അങ്ങനെ താഴേക്ക് വീഴും. ടോഡറോക്കി ആണെങ്കിൽ ടോബിയോട് പറയും, അതെ നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ നിന്റെ അത്ര പവർഫുൾ അല്ല, എനിക്ക് നിന്റെ അത്ര പവറോ കഴിവോ ഒന്നുമില്ല. ടോഡറോക്കി ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്ത് പഠിച്ചെടുത്ത ആ ഒരു ഫ്ലാഷ് പവർ അതുപയോഗിച്ചാണ് ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതെന്ന് ടോബിയോട് പറയും. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ടോഡറോക്കി ആണെങ്കിൽ ഇപ്പൊ എൻഡവറിനോട് പറയും, ടോബിയെ തടുക്കാൻ പോകുന്നത് ഞാനാണ്. എൻഡവറിനാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടില്ല, അതിന്റെ ആവശ്യമില്ല എന്ന് പറയും. പക്ഷേ ടോഡറോക്കി അവൻ തീർത്തു പറയും, ടോബി സ്വന്തം മകനായതുകൊണ്ട് നിങ്ങൾക്ക് അവനെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. ആ ഒരു തുറുപ്പുചീട്ട് ഉപയോഗിച്ചാണ് അവൻ ജയിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നത്. ഡബോറയെ തകർക്കാൻ ഇസക്കിന് മാത്രമേ കഴിയൂ. നിങ്ങളെ കൊണ്ട് മാത്രമേ ആ ആൽഫാർവണിനെ തോൽപ്പിക്കാൻ കഴിയൂ. ടോബിയെ തോൽപ്പിക്കേണ്ടത് അത് ഞാനാണെന്ന് ഇപ്പൊ ടോഡറോക്കി പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഡോബിയായിട്ട് ഫൈറ്റ് ചെയ്യുന്ന കാര്യം ടോഡറോക്കി ആണെങ്കിൽ ഇപ്പോൾ ഇസുക്ക് പൈനെ അറിയിക്കും. ഇസുക്ക് പൈനാണെങ്കിൽ അത് കേട്ട് ഞെട്ടും. ടോഡറോക്കി അവനോട് പറയും, എനിക്കിതല്ലാതെ മറ്റൊരു വഴിയും എന്റെ മുൻപിലില്ല. എന്റെ അച്ഛനെ കൊണ്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ കൊണ്ട് അത് സാധിക്കും, ഞാനത് ചെയ്യും, അവനെ ഞാൻ തോൽപ്പിക്കും. ടോഡറോക്കി ആണെങ്കിൽ ഫ്ലാഷ് പവർ അതങ്ങനെ കാണിച്ചു കൊടുക്കും. അവരാണെങ്കിൽ അതിശയത്തോടു കൂടെ ആ പവറിലേക്ക് തന്നെ നോക്കുകയാണ്. ഇതെന്റെ ഫാമിലി മാറ്റർ ആണ്, അവനെ ഇല്ലാതാക്കേണ്ടത് എന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയും. കച്ചനാണെങ്കിൽ ഇതെല്ലാം കണ്ട് വളരെ ക്യാഷ്വലായിട്ട് പറയും, ഇതൊന്നും അല്ല റിയൽ പവറും ഫൈറ്റും, ഞാൻ ചെയ്യാൻ പോകുന്നതാണ് റിയൽ ഫൈറ്റിംഗ് ടെക്നിക് എന്നൊക്കെ പറഞ്ഞ് അവനങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. ഹോട്ട് ആൻഡ് കോൾഡ് പവർ ബ്ലഡ് അത് അവന്റെ ബോഡിയിലൂടെ വളരെ സ്പീഡിൽ ഒഴുകുമ്പോൾ അവൻ ഒരു സെക്കൻഡ് ഇസുക്ക് പയ്യനെ ആലോചിക്കും. കാരണം ആദ്യം ടോഡറോക്കി ഫയർ പവർ അത് അവന്റെ അച്ഛൻ്റെതാണെന്ന് പറഞ്ഞ് ആ പവർ ഉപയോഗിക്കാറില്ലായിരുന്നു. അതിനുശേഷം ഇസുക്കാണ് ഈ രണ്ട് പവർ നിന്റേതാണ്, നീ അത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് അപ്രകാരം ചെയ്യിച്ചതും അവൻ ആ പവർ ഉപയോഗിക്കാൻ തുടങ്ങിയതും. അവൻ ഇസുക്കിനെ നോക്കി നന്ദി പറഞ്ഞ് ഇനി നിരപരാധികളായിട്ടുള്ള ജനങ്ങൾ ആരും തന്നെ മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ടെററായിട്ട് നിൽക്കും. കട്ട് ചെയ്ത പ്രസന്റ് ടോഡറോക്കി ആണെങ്കിൽ ആ ഒരു പവർ ഉപയോഗിച്ച് അവനെ ആഞ്ഞെട്ടിക്കുകയാണ്. ടോഡറോക്കിയുടെ ബ്രദർ ആണെങ്കിൽ ഒരു സെക്കൻഡ് അങ്ങനെ ഷോക്കാവും. കാരണം അങ്ങനെ ഒരു ട്വിസ്റ്റ് അത് അവൻ പ്രതീക്ഷിച്ചതല്ല. അവന്റെ ആ ഒരു കോൾഡ് പവർ കൊണ്ട് തന്നെ ഹീറ്റിൽ നിന്ന് ടോഡറോക്കിക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ടോബി ആണെങ്കിൽ ഇപ്പോൾ അവന്റെ അൾട്ടിമേറ്റ് പവറായിട്ട് ടോഡറോക്കിക്ക് നേരെ ചാടി വന്ന് ഒരുപാട് ഫയർ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യും. അവനാണെങ്കിൽ വലിയ പവർ എടുത്ത് ടോഡറോക്കിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ക്ലോസ് തന്നെ താമസം. ടോഡറോക്കിയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ടോഡറോക്കിയെ പ്രൊട്ടക്ട് ചെയ്ത് ആ ഒരു അടി അവർ ഏറ്റുവാങ്ങുകയാണ്. ആ ഒരു അടിയിൽ അവരുടെ ബോഡിയിലാണെങ്കിൽ നല്ല രീതിയിൽ ഇഞ്ചുറി പറ്റും. ടോഡറോക്കിക്കാണെങ്കിൽ ആ സമയം കൊണ്ട് തന്നെ അവന്റെ പവർ റീഗെയിൻ ചെയ്യാനായിട്ട് കഴിയാണ്. അവൻ ഒരു സെക്കൻഡ് അവന്റെ ഫാമിലിയെ കുറിച്ച് ആലോചിക്കും. ഒന്ന് പുറകോട്ട് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നഷ്ടപ്പെട്ടു പോയ അവന്റെ ഫാമിലി ലൈഫ് അത് അവൻ തിരിച്ചെടുത്തേനെ. അവന് ഫാമിലി ലൈഫ് നഷ്ടപ്പെട്ടു പോയെങ്കിലും ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ടോഡറോക്കി ഇവിടം വരെ പിടിച്ചു നിന്നത്. ടോഡറോക്കി ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് വീണ്ടും അവന്റെ അച്ഛനെ പോലെ പവർ സ്റ്റോർ ചെയ്ത് അൾട്ടിമേറ്റ് മൂവ് ആയിട്ട് ഒറ്റ അടി അടിക്കും. ആ ഒരു അടിയിൽ ഇപ്പൊ ടോബിയുടെ പവർ കംപ്ലീറ്റ് ഫ്രീസായി അവൻ ഫെയിലിയർ ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.